കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഒരിക്കൽ അച്ഛന് പാരയായി. ഇപ്പോൾ സഹോദരൻ കെ മുരളീധരനും പാരയാകുന്ന ലക്ഷണമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട BJPയിൽ ചേർന്നിട്ട. കോൺഗ്രസിൽ തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പത്മജ കോൺഗ്രസ് വിട്ട വളരെ നാടകീയമായി BJP പാളയത്തിലെത്തിയത്. ഇപ്പോൾ സഹോദരൻ കെ മുരളീധരൻ തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഈ അവസരത്തിൽ തന്നെ പത്മജ വേണുഗോപാൽ സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന തൃശൂർ മുരളി മന്ദിരത്തിൽ 50 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് BJP അംഗത്വം നൽകിയതായാണ് ചർച്ചയായിരിക്കുന്നത്. തൃശൂരിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്ന കെ മുരളീധരന് ഇത് വിനയാകില്ലെന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ്. അതോ ഏട്ടന്റെ പതനമാണോ ഇനി പത്മജയുടെ ലക്ഷ്യം? കെ മുരളീധരനോടൊപ്പം പണ്ട് മകൾ പത്മജയെയും വളർത്തിക്കൊണ്ടുവരാൻ ലീഡർ നടത്തിയ നീക്കമാണ് മുൻപ് അദ്ദേഹത്തിന്റെ പതനത്തിനും കാരണമായത്. കോൺഗ്രസിൽ തനിക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല എന്ന് പത്മജ വേണുഗോപാൽ 4 നേരവും വിലപിക്കുന്നുണ്ട്. പത്മജയേക്കാൾ എത്രയോ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ത്രീകൾ കോൺഗ്രസിലുണ്ടായിരുന്നു. അവർക്കൊന്നും ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളുമാണ് യാതൊരു പ്രവർത്തന പാരമ്പര്യവുമില്ലാത്ത പത്മജ വേണുഗോപാലിന് ലീഡറുടെ മകൾ എന്ന പേര് ലഭിച്ചത്. പത്മജ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ അന്ന് കെ മുരളീധരൻ എതിർത്തിട്ടും ഇന്നത്തെ പല കോൺഗ്രസ് നേതാക്കളും അന്ന് പത്മജയെ കൊണ്ടുവരാൻ ലീഡർക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നു. 2001 നിയമസഭാ ഇലക്ഷന് മകൾ പത്മജയെ മത്സരിപ്പിക്കാൻ കരുണാകരൻ ആഗ്രഹിച്ചു. അന്ന് കെ മുരളീധരൻ ഇതിനെ എതിർക്കുകയായിരുന്നു. പകരം UDF അധികാരത്തിൽ വന്നപ്പോൾ പത്മജയെ KTDCയുടെ ചെയർപേഴ്സൺ ആക്കുകയായിരുന്നു ലീഡർ കെ കരുണാകരൻ ചെയ്തത്. പിന്നീട് പത്മജയ്ക്ക് UDFന്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്ന മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് മറ്റ് സീനിയർ കോൺഗ്രസ് നേതാക്കളെ മറികടന്ന് കൊടുക്കുകയായിരുന്നു. അവിടെ നിലവിൽ MP ആയിരുന്ന കരുണാകരന് രാജ്യസഭാ സീറ്റും തരപ്പെടുത്തി. ഫലമോ പത്മജ മുകുന്ദപുരത്ത് തോറ്റു. ഒപ്പം വടക്കാഞ്ചേരിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച കെ മുരളീധരനും തോറ്റുപോയി. മുരളീധരന്റെ തോൽവി പത്മജയുടെ സ്ഥാനാർത്ഥിത്വവുമായി ഉണ്ടായ ആക്ഷേപങ്ങൾ മൂലമായിരുന്നു. പിന്നീട് പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് എക്കാലവും വിജയിച്ചിരുന്ന തൃശൂർ നിയമസഭാ സീറ്റ് തന്നെയായിരുന്നു സമ്മാനിച്ചത്. വർഷങ്ങളോളം മുൻ സ്പീക്കറും മന്ത്രിയുമൊക്കെ ആയിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റിൽ 2 തവണ പത്മജ തോൽക്കുന്നതാണ് കണ്ടത്. ലീഡറെയും കെ മുരളീധരനെയും ജനം സ്വീകരിച്ചപ്പോൾ പത്മജയെ ജനം തിരസ്കരിക്കുന്നതാണ് കണ്ടത്. അതിന് കോൺഗ്രസ് പാർട്ടി എന്തു പിഴച്ചു? ഇതുവരെ പത്മജ വേണുഗോപാലിനെ പോലുള്ളവരെ ഇത്രയുമൊക്കെ ആക്കിയത് കോൺഗ്രസ് ആണെന്ന് മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് പത്മജ നടത്തുന്നത്. മുരളി മന്ദിരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP പ്രവർത്തകർ മെമ്പർഷിപ്പ് കൊടുത്തത് ലീഡറുടെ ആത്മാവ് പോലും ക്ഷമിച്ചെന്ന് വരില്ല. ഇപ്പോൾ ചേട്ടന് പാറയാകാനും ഇറങ്ങിയിരിക്കുന്നു. പത്മജ ഒരു കാര്യം മറക്കേണ്ട, BJPയിലുള്ളവർ അധികവും കോൺഗ്രസിൽ നിന്ന് പോയവർ തന്നെ. എന്നിട്ടും കോൺഗ്രസ് തല ഉയർത്തി നിൽക്കുന്നത് പ്രവർത്തകർ ഇതിൽ ധാരാളം ഉള്ളത് കൊണ്ടാണ്. കടലിലെ വെള്ളം ഒരിക്കലും വറ്റില്ല.